ഹലോ മൈ ഡിയേഴ്സ്, പുട്ടും മുട്ടയും കൊണ്ടുള്ള നല്ലൊരു ഡിഷാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. നമുക്ക് ബാക്കി വന്ന പുട്ടോ അല്ലെങ്കിൽ പുട്ടിന് കറിയൊന്നും തയ്യാറാക്കിയില്ലെങ്കിലോ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ അതിനാവശ്യമായിട്ട് ഞാൻ 4 കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കി വന്ന പുട്ടോ അല്ലെങ്കിൽ പിന്നെ കറി നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിലോ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ ഈ പുട്ടൊക്കെ നല്ലപോലെ പൊടിയാക്കിയിട്ട് റെഡിയാക്കി വെക്കാം. ഇതൊക്കെ കണ്ടില്ലേ, ഇതേപോലെ പൊടിയാക്കി വെക്കുക. കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ലേ. കട്ടയൊന്നും ഇല്ലാതെ നമുക്കിങ്ങനെ പൊടിയാക്കി എടുക്കാം. അങ്ങനെ നല്ലപോലെ പൊടിയാക്കിയിട്ട് കട്ടയൊന്നും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് റെഡിയാക്കി വെക്കാം. കണ്ടില്ലേ, ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടിയിലോട്ടേക്ക് നമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുക്, കരിവേപ്പില, പച്ചമുളക് പിന്നെ ഉള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. വേഗം രാവിലത്തെ ഒക്കെ പുട്ട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് വേഗത്തിൽ ഇതൊന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ നല്ലപോലെ വഴറ്റി കൊടുത്തിട്ട് ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് 4 മുട്ട ഇതിലോട്ടേക്ക് അടിച്ചൊഴിക്കാം. അങ്ങനെ 4 മുട്ടയും ഞാൻ ഇതിൽ അടിച്ചു ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിലോട്ടേക്ക് നമ്മൾക്ക് ക്യാരറ്റും ഇഞ്ചിയും കൂടി ചേർക്കാവുന്നതാണ്. ഞാനത് ചേർത്തില്ല എന്നേ ഉള്ളൂ. ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ് അങ്ങനെ വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മുട്ട നല്ല വറവ് പോലെ ആക്കിയെടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഇത്. ഇനി നമ്മൾ ഈ പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഈ പുട്ട്, അത് അതിലോട്ടേക്ക് ഇടാം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ചുകൂടെ കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ മല്ലിയിലയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മുട്ട വറവിൽ ഈ പുട്ടും കൂടി ഇട്ടിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. രണ്ടും കൂടി നല്ലപോലെ യോജിച്ച് വരണല്ലോ. ഈ മുട്ടയുടെയും ഒക്കെ മസാല അതിലോട്ടേക്ക് പിടിച്ചിട്ട് പുട്ടും മുട്ടയും കൂടി നല്ല ടേസ്റ്റ് ആണ് അന്നേരം കഴിക്കാൻ. ഇനി കുറച്ച് വെള്ളം കൂടി തളിച്ചു കൊടുത്തിട്ട് എല്ലാം നല്ലപോലെ ഇതുപോലെ അമർത്തിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സിമ്മില് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാവേ. രണ്ടിന്റെ മസാല കൂടി പിടിക്കണ്ടേ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി അല്ലേ ഇത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു.